നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർട്ടി ഗ്രാമത്തിൽ നിന്നും പുതിയ ഒരു തീർത്ഥാടനം കൂടി ഒരുങ്ങുന്നു. CPM-ന്റെ പുതിയ തന്ത്രമാണിത്. പാർട്ടി ഗ്രാമത്തിൽ നിന്നും വിപ്ലവ തീർത്ഥാടനത്തിന് ഒരുങ്ങുകയാണ് CPM. വിശ്വാസികളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ കാസർഗോഡ് CPM-ൽ പുതിയ അടവു നയം. കാസർഗോട്ടെ പാർട്ടി ഗ്രാമമായ കൊടേക്കാട് നിന്നും 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായ വിപ്ലവ തീർത്ഥയാത്ര സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് CPM. പഴനിയാണ്ടവനെ കാണാം, പാർട്ടി കോൺഗ്രസിലും പങ്കെടുക്കാം എന്ന ടാഗ് ലൈനോട് കൂടിയ പരസ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ്. ഏപ്രിൽ ആദ്യവാരം മധുരയിലാണ് CPM പാർട്ടി കോൺഗ്രസ് നടക്കുക. CPM നിയന്ത്രണത്തിലുള്ള കൊടേക്കാട് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് വിപ്ലവ തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 4-നാണ് യാത്ര ആരംഭിക്കുക. 5-ന് രാവിലെ പഴനിയിലെത്തും. അവിടെ നിന്നും മധുര മീനാക്ഷി ക്ഷേത്രം, പിന്നീട് പാർട്ടി കോൺഗ്രസ്, അവിടെ നിന്നും രാമേശ്വരം എന്നിങ്ങനെയാണ് യാത്രയുടെ ഷെഡ്യൂൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ പാർട്ടി ഗ്രാമങ്ങളായ കയ്യൂരും കരിവെള്ളൂരും കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സ്ഥാനമുള്ള പാർട്ടി ഗ്രാമമാണ് കൊടൈക്കാട്. വർഷങ്ങൾക്ക് മുമ്പ് മലയ്ക്ക് പോകാൻ മാലയിട്ട സ്വാമിമാരെ CPM-ലെ ഒരു കൂട്ടം ചേർന്ന് മർദ്ദിച്ച സംഭവം പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മാലയിട്ട സ്വാമിമാരെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയവർ ഈ വിപ്ലവ തീർത്ഥാടനത്തിനുണ്ടോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ പ്രധാനമായും ഉയർന്നു വരുന്നുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പാർട്ടിയുടെ അടിവേരിളകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ജാതിയില്ല, ദൈവമില്ല, മതമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന സഖാക്കൾ ഇപ്പോൾ ഭക്തി നിർഭരമായ മാർഗത്തിലേക്കാണ് എന്ന് പരിഹസിക്കുന്നവരുമുണ്ട്. സഖാക്കളെ മധുര സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴണം, നിങ്ങൾ തൊഴുമെന്നറിയാം, എന്നാലും ഓർമ്മിപ്പിക്കുന്ന ആനന്ദ നിർവൃതിയിൽ പാർട്ടി കോൺഗ്രസ് വേദിയിൽ കയറാൻ മറക്കരുത് എന്നും കമന്റുകൾ വരുന്നുണ്ട്. ഏതായാലും CPM മൊത്തത്തിൽ അടിമുടി മാറുകയാണ്. ക്ഷേത്രവിശ്വാസികളെയും ക്ഷേത്രത്തെയും ക്ഷേത്രാചാരങ്ങളെയും ഒക്കെ എതിർത്തുകൊണ്ട് പോയിരുന്ന ഇവരിപ്പോൾ ഒരു വിപ്ലവ തീർത്ഥാടനം എന്ന പേരിൽ പോലും ഒരു തീർത്ഥാടനം സംഘടിപ്പിക്കുമ്പോൾ പാർട്ടിയുടെ അടിവേരിളകി തുടങ്ങിയിരിക്കുന്നു. വിശ്വാസികൾ പാർട്ടിയുടെ അടിവേരിളക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.